അങ്ങ് കൊടുക്ക്. ആക്രാന്തം വേണ്ട, കട്ട് ചെയ്ത് തരാം. കുഴപ്പമില്ല, മതി. കേരളത്തിൽ ജനിച്ചു വളർന്ന നല്ല മലയാളി കോഴിയാ. ഈ വർഗീസേ, നീ ഇതൊന്നും ആഗ്രഹിക്കണ്ട. ആണ്ടേ തൂങ്ങിക്കിടക്കണ അതുകൂടെ അങ്ങ് കടിച്ചാട്ടെ. ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർത്തു തരും. ഏതായി തണ്ടി നമ്മളെ തന്നെ നമുക്ക് ഒലിപ്പിച്ചിട്ടുണ്ടല്ലോ. അവനെ നാട്ടിലെ ഉപദേശിയാ. ഈ ശല്യത്തിന് തമിരാരി ഇന്ന് പുറത്താക്കിയതാ. ഇപ്പൊ സ്വന്തമായിട്ട് പള്ളി പണിയാൻ നടക്കുക. നീ എന്താടി നോക്കി വെക്കണേ? പോയി മോളെ വിളിച്ചോണ്ട് വാ. റോമിന്നാ അപ്പച്ചൻ പറയുന്നേ. രണ്ടച്ഛന്മാരുണ്ട്. ഹലോ ഹലോ, എന്താ? ഓ, ഞാനൊന്നും കാണാൻ പോകുന്നില്ല. അല്ല, ചേച്ചി എന്നാ വരുന്നേ? ഹലോ ഹലോ. ഷോ, ഈ തൊല്ലിപ്പുള്ളി റേഞ്ച്. എന്താ? നീ വന്ന അച്ഛന്മാരെ കണ്ട് സ്തുതി പറഞ്ഞേ. എനിക്കൊന്നും കാണണ്ട അച്ഛന്മാരും പൂജാരിമാരും ഒന്നും. ദൈവദോഷം പറയാതിരി കൊച്ചേ, ഇങ്ങോട്ട് വന്നേ. ആഹാരം കാണാതെ കിടന്നു. ഗീവർഗീസേ, ഇവര് ശരിക്കും അത്ഭുതം കാണിക്കുന്ന അച്ഛന്മാരാണോ? പിന്നെ കണ്ടില്ലേ, ഇത് തന്നെ അത്ഭുതം. എനിക്ക് ആകെ 2 പെമ്മക്കളാ. ഇവളെ ഇളയവളാ റീന, മൂത്തവളങ്ങ് പുറത്താ. അയ്യോ, എന്തു പറ്റി? അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക, അടുത്ത ആഴ്ചക്ക് വരും. ആയിക്കോട്ടെ. കൈ കുപ്പിയുണ്ട്. എന്റെ അച്ഛോ, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര സ്റ്റൈലാ. നല്ല പുളി. ഇവിടെ വീടുകളിൽ കേക്കും പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവളാ. ഗ്രേസി എന്നാ പേര്. എന്റെ ഒരു അകന്ന ബന്ധുവാ. ഇവളുടെ മോനാ. ഇവളുടെ കെട്ടിയവൻ പട്ടാളത്തിലായിരുന്നു. ഓഹോ. രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്തു. അടിപൊളി. എന്താ? സ്വീറ്റ്സ്. തീറ്റ കണ്ടാ തോന്നുന്നു ഇമാർ റോമി പട്ടിണിയായിരുന്നെന്ന്. അല്ല അച്ഛന്മാരെ, അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാ ഭക്ഷണ രീതികൾ? അവിടെ ഉണക്ക ചപ്പാത്തിയും കഞ്ഞിയും. ഉണക്ക ചപ്പാത്തിയും കഞ്ഞിയും റോമിലോ? ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിസ. അത് ഇയാളുടെ പണി. ദിസ് ഈസ് പിസ. അല്ല, ഞാൻ എടാ പന്ന ഒന്നും ഉണ്ടായിരുന്ന ചുമ്മാ. എടാ, നമ്മുടെ നാടൻ കണ്ണാരച്ചക്ക, ലഡു, ജിലേബി ഇതൊക്കെ റോമിൽ കിട്ടുവോ? അച്ഛന്മാര് കഴിച്ചാട്ടെ. ഇത്ര കാലായിക്കാണ് ഇതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് അറിഞ്ഞിട്ട്. അല്ലേ അച്ഛൻ? സംശയം തുടങ്ങി. ഇനിയും വല്ലതും വേണം പറ. ഒരു നമ്പർ ഇറക്കിയാലോ? ആഗ്രഹങ്ങൾ, ആശാപാശങ്ങൾ, അവ കുറയ്ക്കണം വിൽസമ്മേ. ആഗ്രഹങ്ങളുടെ പ്രതീകമാണല്ലോ ഈ ആപ്പിൾ. അതാണല്ലോ അച്ഛനെടുത്തത്. അച്ഛൻ കലക്കി. ഇങ്ങ് വരൂ. ചെല്ലുമോളെ. വിശ്വാസം അത് എല്ലാമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതും വേണം ജീവിതത്തിൽ. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. സോറി ഫാദർ. ഇറ്റ്സ് ഓക്കേ. ഗോഡ് ബ്ലെസ് യു മൈ ചൈൽഡ്. ഗോഡ് ബ്ലെസ് യു. ഗബ്രിയേൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അത്ഭുത പ്രവർത്തനങ്ങളിൽ പ്രാവണ്യമുള്ളവരാണ് നിങ്ങൾ. എല്ലാം ഈ ഗബ്രിയേൽ അച്ഛന്റെ അനുഗ്രഹം. എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ. നീ ശരിക്കും റോമിൽ നിന്ന് വന്ന അച്ഛനാണോ? ഞാനും ഒരു ദൈവദൂതനൊക്കെയാ. എന്നെ കൂടെ അനുഗ്രഹിച്ചാലും. ഇനി അതിന്റെ കുറവേ ഉള്ളൂ.
God bless you. അയ്യോ എല്ലും കഷണം. ഹേ, ഇതെന്താ എല്ലും കഷണം? എനിക്കെന്താ ഓറഞ്ചും ആപ്പിളും ഒന്നും വരുത്തില്ല. നിന്റെ കയ്യിൽ ഇവര് ഇതെങ്കിലും കിട്ടിയല്ലോടാ എടാ ഗീവറീസേ, ഇനി നിന്റെ അരമുറി സുവിശേഷം ഒന്നും ഇവിടെ ആർക്കും വേണ്ട. റോമിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒന്നാന്തര 916 അച്ഛന്മാർ ഇവിടെ ഉണ്ട്. അച്ഛന്മാരെ വാ, നമുക്ക് കവലയിലേക്ക് പോവാം. വാന്നേ. അടിപൊളി. ഞാൻ കൊടുക്കാന്നേ. അജോ എന്നാ കരിക്ക് കുടിച്ചാട്ടെ. ഇത് മാത്തുക്കുട്ടി ഫാഷൻസ്. ഇത് ഇവന്റെ കടയാ. റോമിൽ നിങ്ങളുടെ സാധനം വരുന്നേടം വരെ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി, ഇവൻ പള്ളി പേടെ എത്തിച്ചോളും. എന്റെ വിസിറ്റിംഗ് കാർഡ്. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു അല്പനാണ്. അങ്ങനെയൊന്നുമില്ല, ഇതെന്റെ കടയാ. നിന്റെ തന്നെ വെച്ചോ. താങ്ക്സ്. നിങ്ങള് റോമിൽ പോയിട്ട് എത്ര കാലമായി? റോമിൽ ഞങ്ങള് പോവും പുറത്തിറങ്ങും. ലാസ്റ്റ് ഇറങ്ങിയിട്ട് ഒരു 3 വർഷമായി. നീ വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ അല്ലേ? പുറത്തിറങ്ങൂ? ഐ മീൻ ഈ നാട്ടിൽ വരുമല്ലോ. ആട്ടെ, എപ്പ തിരിച്ചു പോകും? അങ്ങനെയൊന്നുമില്ല, ഇവിടുത്തെ കയ്യിലിരിപ്പോലിരിക്കും. എന്ന് വെച്ചാ വെഞ്ചരിപ്പും ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോകും എന്നാണ് ഉദ്ദേശിച്ചത് അല്ലെ ഫാദർ? പേരറിയത്തില്ലേ? അയ്യോ, ഇതിനിടെ ചോദിക്കാൻ വിട്ടുപോയി. വല്യച്ഛന്റെ പേര് ഷിബു. ഷിബു? ഫാദർ ഷിബു? ഷിബു അല്ല, സെബു. ഫാദർ സെബാസ്റ്റ്യൻ. വല്ലാണ്ട് സ്നേഹം കൂടുമ്പോൾ സെബു എന്ന് വിളിക്കും. കൊച്ചച്ഛന്റെ പേരെന്താണ്? ഫാദർ പോൾ. ഓ, സെബാസ്റ്റ്യൻ പോൾ. അപ്പൊ നിങ്ങൾ എറണാകുളംകാരാ? മനസ്സിലായി. അങ്ങനല്ല വേണോ? അപ്പം വട്ടപ്പേര്? വട്ടപ്പേരോ? ആ, അതെന്തുവാ? അല്ല, ഈ അച്ഛന്മാരുടെ പേരിന്റെ അറ്റത്ത് ഒരു ആല് കാണൂല. പാലും തുമ്പൊന്നുമില്ല. മിസ്റ്റർ തോമിച്ചൻ, എന്തോ ഒരുപാട് നേരമായി ചൊറിയുന്നു. എവിടെയാച്ചോ? ഇയാൾ ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. ക്ഷമിക്കണേ അച്ഛാ. ഫാദർ ഗബ്രിയലിന് കൊടുത്ത വാക്കിന്റെ പുറത്താണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങൾ റോമിലേക്ക് തന്നെ തിരിച്ചു പോയേക്കാം. ഫാദർ സെബു, ഇത് ഫാദർ സെബു. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിലാണ്. യുവർ ഫുൾ നെയിം പ്ലീസ്. ഇവനെ കൊണ്ട് വലിയ നീ ഇനി അടിയുള്ളൂ. എന്റെ അച്ഛാ ബൈബിൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആള് കള്ളനാ, ഒരു പണി അടിക്കല. അച്ഛന്മാര് വന്നാട്ടെ, വാ നടക്ക്. വെച്ചോളൂ.